ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് കൂടാത്ത ഒരു വീടുമില്ല. പക്ഷേ ഈ വഴക്ക് കൂടുമ്പം ഇതിൻ്റെ എല്ലാം കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് എപ്പോഴും ഭർത്താവിൻ്റെ അമ്മയായിരിക്കും. ഇനി ഈ അമ്മ എന്ന കഥാപാത്രം ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും പൊട്ടിമുളച്ചുകൊണ്ട് ഒരു നാത്തൂനുണ്ടായിരിക്കും. മനസ്സിലായോ? ഞാൻ ചോദിക്കുന്നത്, വളരെ മനോഹരമായ ഒരു ജീവിതയാത്രയിൽ ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് ഒരു വളരെ മനോഹരമായ ഒരു ജീവിതയാത്രയാണ്. എന്തൊക്കെ സങ്കല്പങ്ങളിലൂടെയാണ് നിങ്ങൾ വിവാഹം കഴിക്കുന്നത്. ആ വിവാഹ സമയത്ത് നിങ്ങൾ ഇടുന്ന ആ ഡ്രസ്സും അതിലൂടെ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളും ഒരു ജൈത്രയാത്രയാണ്. മക്കൾ, വീട്. പക്ഷേ നിങ്ങൾ പിന്നീട് അങ്ങോട്ട് വാദിക്കുന്നത് വേറെ ആർക്കൊക്കെ വേണ്ടിയാണ്. എത്ര ഉമ്മശീന്നും വാപ്പശീന്നും എത്ര നാത്തൂൻ അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി എന്നൊക്കെ പറഞ്ഞാലും ഭാര്യയ്ക്ക് കൊടുക്കാനുള്ള റെസ്പെക്റ്റും സ്നേഹവും സന്തോഷവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിൽ തീർച്ചയായിട്ടും സമാധാനം ഉണ്ടാവും. ഇത് ഭർത്താവിൻ്റെ കാര്യം. ഇനി ചില ഭാര്യമാരെങ്കിലും ഉണ്ട് സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും സഹോദരങ്ങൾക്കും വേണ്ടിയിട്ട് ഭർത്താവിനോട് അടിയുണ്ടാക്കുന്നവർ. പാവം അവർ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നൊരു ഷെയർ അവിടെയും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി ആ മനുഷ്യൻ്റെ വിഷമം എന്തെന്ന് മനസ്സിലാക്കാത്ത ഭാര്യമാരും ഇന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വേണ്ടേ ഇവർക്ക് പിണങ്ങിയിരിക്കാനും പിണങ്ങി കിടക്കാനും ഒക്കെ. വളരെ ചെറിയ ഒരു കാലമാണ് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത്. ഇത് പോരാഞ്ഞിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക, ലാസ്റ്റ് ഇവരെല്ലാം പോവും, നിങ്ങൾ രണ്ടുപേരും ആയിരിക്കും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത്.